ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ചെറിയ രീതിയിലുള്ള ഒരു ചിക്കൻ കറി ആക്കുകയാണേ. അതിന് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് വലിയ ജീരകം ഒരു ടീസ്പൂണ്, അതുപോലെ ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, പിന്നെ 2 ഗ്രാമ്പും 2 ഏലക്കയും, പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ഫ്രൈ ചെയ്ത്. ഇതെന്താണെന്നറിയാം, ഇത് ജാതിക്കയാണ്. ഒരു ചെറിയ പീസ് ജാതിക്ക ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് കുറച്ച് കളർ മാറുന്ന, എൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വെറുതെ വറുത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് മിക്സിയിൽ പൊടിച്ച് വെക്കാം. ഇതാണ് നമ്മളുടെ ചിക്കൻ കറിക്ക് ചേർക്കുന്ന മസാല. വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. പിന്നെ കുരുമുളക് പൊടി ചേർക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ സവാളയും, നമുക്ക് ചിക്കൻ എത്രയുണ്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയേ. സവാളയും പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങും 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, துள்ளி எடுத்து வச்சிட்டு ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும். கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒரு ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ள முடியும், சம்பாதிக்க முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்துக்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. This video sponsored by SBO Digital Marketing. Join SBO Digital Marketing work from home opportunity. Mobile based part-time job, perfect of students, homemaker and job seekers. Use your free time to earn. No fixed hours. Work at your convenience. Just share and publish content. Simple task. No selling or no referral. Have a Facebook, Instagram or YouTube account. You are already eligible. Earn daily income with instant payout. Start from day 1. Send your name and qualifications on WhatsApp to 9994104160 and get full details instantly. അപ്പോൾ ചിക്കൻ്റെ മസാലകളെല്ലാം ഒന്ന് ഇതാക്കി വറുത്ത് കഴിഞ്ഞു. മതി. ഇത് 2-3 കശുവണ്ടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഓഫാക്കാണ്. തീ ഓഫാക്കി തണിയാൻ വെച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുക്കട്ടോ. ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അന്ന് ചൂടാവട്ടെ. പെരിഞ്ചീരകം എണ്ണ ചൂടായത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിടേണ്ടത് സവാളയാണ്. സവാള ഇട്ട് കൊടുക്കട്ടെ. സവാള ഇട്ടിട്ടുണ്ട്. ഒന്ന് വറുത്ത് കൊടുക്കാം. സവാള ഇവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പം മസാല പൊടിച്ചിട്ട് വരാം. തക്കാളി ഒന്ന് അരിയണം. വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് വരണം. കൊണ്ടുവന്നു ഇതാ ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മല്ലിയല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് വരട്ടാ. അപ്പം ചതച്ചിട്ട് വരാം. ഉള്ളി നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കട്ടാ. ചതച്ച് വെച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം നല്ല രീതിയിൽ വഴറ്റിയെടുത്തു. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇടാം. തക്കാളിയും കൂടി ഇട്ടാൽ വഴറ്റി കൊടുക്കാം. നമ്മൾ ഇതുവരെയ്ക്ക് ഇതിൽ എന്തിട്ടിട്ടില്ല, ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പിടണം. ഒന്ന് ഇതാക്കട്ടെ. ഇന്ന് ഇതൊന്ന് അടച്ച് വെക്കാം. ഈ തക്കാളി ഒന്ന് നമുക്ക് വയറ്റിനേക്കാളും കുറച്ചൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് വയ്ക്കാം. ഇതാണ് ചിക്കൻ. ഇത്ര ചിക്കനുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ തൈരില്ലേ, പുളിയില്ലാത്ത തൈര്, അത് കുറച്ച് 1 സ്പൂൺ ചേർത്ത് മിക്സാക്കിയിട്ട് എടുത്ത് വെച്ചതാണ്. അടച്ച് വെച്ചത് ഞാൻ ഊരിയെടുത്തു. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ഒരു വലിയ സ്പൂൺ എടുക്കട്ടെ. ഞാൻ സ്പൂണല്ല വലിയ തവിയാണ്. ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ മറന്ന സാധനം ഇട്ട് കൊടുക്കാം. എന്താ സാധനം എന്നറിയില്ലേ? ഉപ്പ് കല്ലുപ്പ് കൊടുക്കാം. ഇത്ര ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ, കല്ലുപ്പ്. ഓൾറെഡി നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി ഇട്ടത്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇടാം. കൂടിപ്പോയാൽ കുറയ്ക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഞാൻ എന്താക്കുന്നുണ്ട്, ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണ്ടേ. എനിക്കുണ്ട്
ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ഇതാക്കല്ലേ പൊടിച്ച് വെച്ച മസാല ഇട്ട് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് എണ്ണ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളൂ, അത് മതി. ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മളെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ചാറ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ നോക്കിയിട്ടേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ, അതെടുത്തിപ്പോൾ പുറത്ത് വെച്ചാൽ പീസായിട്ടുണ്ട്. പാടിയിടാം പുറത്ത് നല്ല മഴയാണ്. ഒക്ടോബറിലും കർക്കിടം പോലെ മഴ. നല്ല ഇരുണ്ട് കൂടിയിട്ടുണ്ട് കാലാവസ്ഥ. എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കുറച്ച് സമയം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ചിക്കനത്തെ വെള്ളമൊക്കെ വരും. എന്നിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം ആയി ഞാൻ ഇതൊന്ന് അടച്ചിട്ടുണ്ട്. ഞാൻ ചെറുങ്ങനെ വെച്ചിട്ടുള്ളൂ തീ. ഇപ്പോൾ കുറച്ച് കൂട്ടി നോക്കാം. വെള്ളം വരുന്നുണ്ട്, വരട്ടെ. അപ്പോഴത്തേന് കുറച്ച് വെള്ളമുണ്ട്. മസാല ഉണ്ടല്ലോ, അതൊന്നും ഒഴിച്ച് കൊടുക്കാം. ഇത് ആവശ്യമല്ല, ഇതുള്ളത് കൊണ്ടാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇത് വേവട്ടെ, അടച്ച് വെക്കാം. കുറച്ച് തീ കൂട്ടി കൊടുത്ത് വെച്ചേക്കാം. പെണ്ണിനെ കൂട്ടിയിട്ട് പോണോ? അതെ, ഇങ്ങോട്ടോ നല്ല ഡൗട്ട് ഉണ്ട്. അച്ഛനും കുറെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇറങ്ങിക്കോ. ചിക്കനായിട്ടുണ്ട്. കുറച്ച് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കാം. മസാലൻ്റെ കുത്തുകളും അങ്ങനത്തൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിച്ചപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നോക്കിയ എല്ലാവർക്കും താങ്ക്സ്.